ഫ്രണ്ട്സ്, നമ്മൾ ഡ്രൈ ക്ലീനിങ് ചെയ്യേണ്ട തുണികൾ ഡ്രൈ ക്ലീനിങ് ചെയ്യാൻ കൊടുക്കും. കളർ പോകുന്നതാണ് അതിൻ്റെ മെയിൻ കാരണം. ഇത് എൻ്റെ ഒരു വിവാഹ ബ്ലൗസാണ്, കല്യാണ ബ്ലൗസാണ്. ഞാനിത് 4 വർഷമായി. അതുകൊണ്ട് ഞാനൊന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഓർമ്മിക്കാതെ വേറൊരു സാരിയുടെ ഒപ്പം, ഒരു മഞ്ഞ കളർ സാരിയോടൊപ്പം വെള്ളത്തിലോട്ട് എടുത്തിട്ടു. പെട്ടെന്ന് ഇതിൻ്റെ കളർ മൊത്തം കലങ്ങി. എത്ര രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സാധനമാണെന്നറിയാമോ? പക്ഷേ ഇതെല്ലാം എല്ലാവരും സിംഗിൾ യൂസിന് ഉപയോഗിക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആരും ഉപയോഗിക്കത്തില്ല. ഞാനിത് വേറൊരു സാരിക്ക് നല്ല പെർഫെക്റ്റ് മാച്ചായതുകൊണ്ട് ഒന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ് കഴുകി വയ്ക്കാമെന്ന് കരുതിയത്. അങ്ങനെ ഞാനെടുത്ത് വെള്ളത്തിൽ ഇട്ടു. അതിൻ്റെ കളർ കണ്ട് എൻ്റെ പ്രാണം പോയി. കാരണം അത്ര കളർ പോയി. ഇപ്പം ഈ കാണുന്ന വെള്ളം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തരാം ഇത് എത്രാമത്തെ വെള്ളമാണെന്ന്. പെട്ടെന്ന് ഞാൻ ഇട്ടത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ലിക്വിഡ്, അതായത് ഞങ്ങളുടെ കമ്പനിയുടെ മാക്സ് ബ്രൈറ്റ് എന്ന് പറയുന്ന മാറ്റിക് ലിക്വിഡ്. ഇതിലാണ് ഞാൻ സാരിയും ബ്ലൗസും ഫസ്റ്റ് വാഷ് ചെയ്യാൻ വെള്ളത്തിയിട്ടത്. പെട്ടെന്ന് ഇതിൻ്റെ കളർ ഇളകുന്ന കാരണം ഞാൻ പെട്ടെന്ന് ബ്ലൗസ് എടുത്ത് മാറ്റിയിട്ട് സാരി മാത്രം വാഷ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ നമ്മുടെ കളർ പോകുന്ന തുണി ഡ്രൈ ക്ലീൻ ചെയ്യേണ്ട ലിക്വിഡ് ഉണ്ടല്ലോ, അത് എൻ്റെ കൈവശമുണ്ട്. ഡ്രൈ ക്ലീൻ അറ്റ് ഹോം ആസ്ട്രോ പ്ലസ്. ഇതിൻ്റെ ഒരു പാക്കറ്റ് എടുത്തു. ഞാൻ ബ്ലൗസ് മാത്രം അലക്കണമായതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് പേപ്പറേ എടുത്തുള്ളൂ. നിങ്ങൾ ഈ പേപ്പർ കണ്ടോ? ഈ പേപ്പർ മൊത്തം ബ്ലൗസിൻ്റെ കളർ പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ ഒരു ഡ്രൈ ക്ലീനിങ് ചെയ്യേണ്ട ഒരു ഏജൻറ്റ് വെച്ച് ഡ്രൈ ക്ലീനിങ് ചെയ്തിട്ട് പോലും അതിൻ്റെ കളർ ഇളകുന്നുവെങ്കിൽ ആ തുണിയുടെ ക്വാളിറ്റി, ആ തുണിയുടെ കളർ പോകുന്നത് എന്തുമാത്രം കഠിനമാണ്. അങ്ങനെ അതിൽ വെച്ചപ്പോഴും നന്നായിട്ട് കളർ പോയി. അത് കളഞ്ഞ് ഒരു വെള്ളം കൂടെ വാഷ് ചെയ്തപ്പോഴും നന്നായിട്ട് കളർ പോയി. അത് കഴിഞ്ഞത് രണ്ടാമത്തെ വാഷാണ്. ഇതിലും നിങ്ങൾക്ക് അതിൻ്റെ കളറിൻ്റെ ഒരു അംശം കാണാം. തീരെ കളർ പോകാഞ്ഞല്ല, പക്ഷേ ഒരുപക്ഷെ ആദ്യം ആസ്ട്രോ പ്ലസിൽ ഇട്ടിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത്രയും കളർ പോകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്കിതിന്ന് മനസ്സിലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡ്രൈ ക്ലീനിങ് ഏജൻ്റ് ആയാലും ചില തുണിയിലെ കളർ പോകും. എനിക്കും ചില തുണികളുടെ കളറ് ഈ ഡ്രൈ ക്ലീനിങ് ഏജൻറ്റിൽ ഇട്ടിട്ടും പോയി. കാരണം കാരണം ഞാനത് വീഡിയോ ചെയ്യാത്തതിന് കാരണം ചിലപ്പോൾ ആസ്ട്രോ പ്ലസ് കമ്പനിക്കാർ ചിലപ്പോൾ എനിക്കെതിരെ കേസായിട്ട് വന്നാലോ. ഇത് ഞാൻ ചെയ്യുന്ന കള്ള വീഡിയോ ആണ്. ഇതിലപ്പുറം ഇനി വലിയ തെളിവ് വേണ്ടല്ലോ. ഞാനിത് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇത് മൊത്തം ആ കളർ പിടിച്ചതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ചില തുണികൾ ഡ്രൈ ക്ലീനിങ് ഏജൻറ്റ് ഉപയോഗിച്ചാലും കളർ പോകും എന്ന വാസ്തവം നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഓക്കെ.